സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ മധുരക്കിഴങ്ങിന്റെ രുചി എന്ന കഥ മനുഷ്യജീവിതത്തിലെ ദുരിതങ്ങളെയും അതിജീവനത്തെയും കുറിച്ചുള്ള ഒരു ശക്തമായ ചിത്രം വരച്ചു കാട്ടുന്നു. കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ സുജിത്തും സുനിതയും അനാഥത്വവും ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന കുട്ടികളാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിതത്തിൽ പ്രതീക്ഷ കണ്ടെത്താൻ അവർ നടത്തുന്ന ശ്രമങ്ങളാണ് കഥയുടെ ഇതിവൃത്തം. കഥാകൃത്ത് വർഷങ്ങൾക്ക് മുമ്പ് വേഡാഡുക്കയിലുള്ള അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ ഒരനുഭവമാണ് ഇവിടെ പറയുന്നത്. ബസ്സിറങ്ങി കുറച്ചു ദൂരം കാൽനടയായി പോകുമ്പോൾ കുറെ ആളുകൾ ധൃതിയിൽ വയലിലേക്ക് ഓടിപ്പോകുന്നത് കണ്ട്. ആളുകളുടെ വെപ്രാളം കണ്ടപ്പോൾ എന്തോ അത്യാഹിതം സംഭവിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം കരുതി. എന്നാൽ അവിടെ എത്തി നോക്കിയപ്പോൾ ആളുകൾ മധുരക്കിഴങ്ങ് മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ 2 കുട്ടികളുമുണ്ട്. നെൽകൃഷി കഴിഞ്ഞാൽ പച്ചക്കറികളും മധുരക്കിഴങ്ങും ചെറുപയറുമൊക്കെ കൃഷി ചെയ്യുന്നത് സാധാരണയാണല്ലോ. ഈ കാഴ്ച കാണാനാണോ ആളുകൾ ഓടിക്കൂടിയതെന്ന് കഥാകൃത്ത് അത്ഭുതപ്പെടുന്നു. എന്നാൽ അതിൽ ഒരു അത്ഭുതം ഉണ്ടെന്ന് നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമായ ചെറിയോനേട്ടൻ പറയുന്നു. അദ്ദേഹം ആ അത്ഭുതത്തിന് കാരണക്കാരായ സുജിത്തിന്റെയും സുനിതയുടെയും കഥ പറയുന്നു. ആ കുട്ടികൾ ഇപ്പോൾ അനാഥരാണ്. അവരുടെ അമ്മയുടെ പേര് നാരായണി എന്നായിരുന്നു. നാരായണിക്ക് രുക്മിണി, രാഗിണി എന്നിങ്ങനെ 2 പെൺമക്കൾ കൂടിയുണ്ട്. അവരുടെ അച്ഛൻ എവിടെയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. നാരായണി അതിസുന്ദരിയായിരുന്നു. അടുത്ത വീടുകളിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകി അമ്മയെയും അമ്മുമ്മയെയും മക്കളെയും നോക്കുകയും ചെയ്തു. 7ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ രാഗിണിയും പിന്നീട് രുക്മിണിയും പഠനം നിർത്തി ജോലിക്ക് പോവുകയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. നാട്ടുകാരുടെ എല്ലാം സഹായത്തോടെയായിരുന്നു നാരായണി മക്കളുടെ കല്യാണം നടത്തിയത്. മക്കൾ 2 പേരും പോയപ്പോൾ നാരായണിക്ക് മറ്റൊരു വിവാഹ ആലോചന വന്നു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ചില ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി നാരായണി കല്യാണത്തിന് സമ്മതിച്ചു. അങ്ങനെ നാരായണി കുറച്ചകലെ നിന്ന് വന്ന 60 വയസ്സുള്ള ഒരാളെ വിവാഹം കഴിച്ചു. അയാൾ നല്ല സ്വഭാവമുള്ള ഒരു ആശാരിയായിരുന്നു. അയാളുടെ ജീവിതത്തിലുണ്ടായ 3 മരണങ്ങൾ അയാളെ വല്ലാതെ തളർത്തിയിരുന്നു. 2ാമത്തെ വിവാഹത്തിൽ നാരായണിക്ക് 2 കുട്ടികൾ ഉണ്ടായി. അവരാണ് സുജിത്തും സുനിതയും. സുജിത്തിന് 6 വയസ്സായപ്പോൾ നാരായണിക്ക് രോഗം ബാധിച്ചു മരിച്ചു. സുജിത്തും സുനിതയും അനാഥരായി. അവർ അമ്മുമ്മയുടെ വീട്ടിലെത്തി. ഏറെ പ്രായമുള്ള ചോയിച്ചി എന്ന അമ്മുമ്മ അവരെ കഷ്ടപ്പെട്ട് സംരക്ഷിച്ചു. മറ്റുള്ളവരുടെ വസ്ത്രങ്ങളായിരുന്നു കുട്ടികൾ ഉപയോഗിച്ചിരുന്നത്. തങ്ങൾക്ക് കൊള്ളുന്ന പാകം നോക്കി സുജിത്ത് മിടിയും സുനിത ആൺകുട്ടികളുടെ ട്രൗസറും ഇട്ടു. മുടിവെട്ടാൻ കാശില്ലാത്തത് കൊണ്ട് സുജിത്ത് പെൺകുട്ടികളെ പോലെയായിരുന്നു. ചോയിച്ചിക്ക് അവരെ നല്ല രീതിയിൽ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും തന്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് ഒരു തൂമ്പയെങ്കിലും എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണേ എന്ന് ദൈവത്തോട് ചോയിച്ചി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ദൈവം ആ വിളി കേട്ടില്ല. ചോയിച്ചിയുടെ ആരോഗ്യം വളരെ മോശമാവുകയും മരണപ്പെടുകയും ചെയ്യുന്നു. ആ മരണത്തിന്റെ ആഘാതം കുട്ടികളെ തളർത്തി. അവരുടെ വീട് ജീർണാവസ്ഥയിലായിരുന്നു. ആശാരിയുടെ സ്വത്ത് മറ്റ് 3 മക്കൾ പങ്കിട്ടെടുത്തു. ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ആളുകൾ വിഷമിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരെ മറന്നു. അമ്മുമ്മ ഇനി ഭക്ഷണം കൊണ്ടുവരില്ല എന്ന് മനസ്സിലായപ്പോൾ സുജിത്ത് പുറത്തിറങ്ങി. കുറച്ചു ദിവസം അയൽക്കാർ അവർക്ക് ഭക്ഷണം കൊടുത്തു. സുജിത്ത് അനുജത്തിയെ തോട്ടിൽ കുളിപ്പിച്ചു. മുടി തോർത്തിക്കൊടുത്തു. മഴ പെയ്തപ്പോൾ തന്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. ഇടിവെട്ടിയപ്പോൾ സുജിത്ത് സന്തോഷിച്ചു. കാരണം ഇടിവെട്ടിയാൽ കൂണുകൾ ഉണ്ടാകുമെന്നും അത് പുഴുങ്ങിക്കഴിക്കാം എന്നും അമ്മൂമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മരണവും അനാഥത്വവും അവർ അതിജീവിച്ചു. ഒരു നാൾ അമ്മൂമ്മ ആഗ്രഹിച്ചതുപോലെ സുജിത്ത് തൂമ്പയെടുത്തുയർത്തി. അക്കാലത്ത് വയലുകൾ കൊയ്ത്തു കഴിഞ്ഞിരിക്കുകയായിരുന്നു. ആളുകൾ പച്ചക്കറിയും മധുരക്കിഴങ്ങും നടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു.
മറ്റുള്ളവരെ പോലെ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാൻ കുട്ടികളും ആഗ്രഹിച്ചു. പക്ഷേ വയൽ പാട്ടത്തിനെടുക്കാൻ അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവര് ചെറിയോനേട്ടനെ കാണുന്നത്. ചെറിയോനേട്ടനോട് അവർ കാര്യം പറഞ്ഞു. ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും തന്റെ കൃഷിസ്ഥലത്ത് നിന്നും കുറച്ച് സ്ഥലം അദ്ദേഹം അവർക്ക് നൽകി. സുജിത്തിനും സുനിതയ്ക്കും സന്തോഷം അടക്കാനായില്ല. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെറിയ തൂമ്പയും കൈക്കോട്ടുമായി നിലം ഒരുക്കി കൃഷി തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ സുജിത്തും സുനിതയും കിഴങ്ങ് നടാൻ പാകത്തിന് നിലം ഒരുക്കി. ആളുകൾ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികൾ അവർ നട്ടു. ചെറിയോനേട്ടൻ അവർക്ക് 2 മൺകുടങ്ങൾ നൽകി. തോട്ടിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നത് കണ്ട് നാട്ടുകാർ അത്ഭുതപ്പെട്ടു. മറ്റുള്ളവരെ പോലെ ഈ കുട്ടികളുടെ കിഴങ്ങുവള്ളികളും തളർത്തു. സുജിത്ത് തന്റെ സ്വപ്നം സഹോദരിയോട് പറഞ്ഞു. കിഴങ്ങ് വിളയുമ്പോൾ കുറച്ചെടുത്ത് ഉണക്കി അടുത്ത വർഷം കഴിക്കാം എന്ന് അവൻ പറഞ്ഞു. കിഴങ്ങുവള്ളികൾ തളർക്കുന്നതും അതിന്റെ വേരുകൾ വലുതാകുന്നതും ഓർത്തപ്പോൾ അവന് കണ്ണു നിറഞ്ഞു. തങ്ങളുടെ ഈ സന്തോഷം കാണാൻ അമ്മൂമ്മയില്ലല്ലോ എന്നോർത്തപ്പോഴാണ് സുജിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞത്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വയലിൽ നിറയെ കിഴങ്ങുവള്ളികൾ പടർന്നു. വിളവെടുപ്പിന് ഇനി കുറച്ചു മാസങ്ങളേ ഉള്ളൂ. കിഴങ്ങ് തൊലി പൊളിച്ച് കടിക്കുമ്പോൾ അതിന്റെ രുചിയോർത്ത് സുനിതയുടെ വായിൽ വെള്ളം നിറഞ്ഞു. എന്നാൽ പെട്ടെന്നൊരു ദിവസം കിഴങ്ങുവള്ളികളിൽ മഞ്ഞ നിറം വ്യാപിച്ചു. അപ്രതീക്ഷിതമായി വന്ന ഏതോ രോഗം മൂലം ആ നാട്ടിലെ കർഷകരുടെ എല്ലാം മധുരക്കിഴങ്ങ് കൃഷി നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നു. കൃഷിയിൽ ഭീമമായ നഷ്ടമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ കർഷകർ നനയ്ക്കലും വളമിടലും ഒക്കെ നിർത്തുന്നു. എന്നാൽ കൃഷിയെക്കുറിച്ച് യാതൊന്നും അറിയാത്ത സുജിത്തും സുനിതയും തങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് വ്യാകുലപ്പെടാതെ കൃഷിയുമായി മുന്നോട്ടു പോകുന്നു. അവർ എന്നും രാവിലെ വയലിൽ ഇറങ്ങി ചെടികൾക്ക് വെള്ളം ഒഴിച്ചു. ഇത് കണ്ട് ബാക്കിയുള്ള കർഷകർ അവരെ കളിയാക്കി. വിളവെടുപ്പ് സമയത്ത് മറ്റുള്ളവരുടെ എല്ലാം കിഴങ്ങുകൾ പാതി വഴിയിൽ വളർച്ചയില്ലാത്ത രീതിയിൽ ആയിരുന്നു. എല്ലാവരും പോയതിനു ശേഷം സുനിതയും സുജിത്തും വയലിലേക്ക് ഇറങ്ങി. അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷിയിൽ അവർ വലിയ വിജയം നേടുന്നു. ധാരാളം മധുരക്കിഴങ്ങ് വിളയിക്കുന്നു. ഈ അത്ഭുതം കാണാൻ ആളുകൾ ഓടിക്കൂടി. ആ വിളവെടുപ്പിൽ അവരും പങ്കുചേർന്നു. ഈ സമയത്താണ് ലേഖകൻ അങ്ങോട്ട് വരുന്നത്. ഈ കാഴ്ചയാണ് കഥയുടെ തുടക്കത്തിൽ അദ്ദേഹം കണ്ടത്. മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ ഇരിക്കുന്ന സുനിതയെയും സുജിത്തിനെയും കണ്ടപ്പോൾ 2 കുഞ്ഞു കിഴങ്ങുകൾ ഇരിക്കുന്നതായാണ് ലേഖകന് തോന്നുന്നത്. അവരുടെ വിജയത്തിന്റെ അടയാളമായ മധുരക്കിഴങ്ങിനോളം തന്നെ മധുരവും ഭംഗിയും അതിനിടയിൽ ഇരിക്കുന്ന അവർക്കുമുണ്ട് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് അതിന്റെ മധുരം നുണഞ്ഞ് തിരികെ നടന്നു പോകുന്നു.